ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഞങ്ങൾ വന്നിട്ട് ഇവിടെ തെമിസ് മഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രാഹുലുണ്ട് എൻ്റെ കൂടെ. രാഹുലിവിടെ ഡ്രൈവ് ചെയ്യുവാണ്. കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിത് പാനിപ്പട്ടിയിൽ നിന്നാണ് പോകുന്നത് ഈ ഒരു റിസോർട്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് ഒരു 1.5 മണിക്കൂറുണ്ട് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഏതാ റോത്തക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണോ ഇത്? കറക്റ്റ് റോത്തക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പാനിപ്പട്ടിയിൽ നിന്ന് 1.5 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ നല്ല മഴയുണ്ട്. മഴ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ന്യൂസിലൊക്കെ അറിയാമല്ലോ, ഡൽഹിയിൽ എല്ലാം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളം മഴ പെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടില്ല. ഇനി അങ്ങോട്ടും പോകുമ്പോൾ എന്താണെന്ന് നോക്കാം. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ വന്നിട്ട് റിസോർട്ടിലെ കാഴ്ചകളും റിസോർട്ടിലെ ഫുഡും റിസോർട്ടും ഒക്കെയാണ് കാണാൻ പോകുന്നത്. ഭയങ്കര വലിയ റിസോർട്ടൊന്നും അല്ല, ചെറിയൊരു റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് തെമിസ് മഡ് ഹൗസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഞങ്ങളിതേ ടൗൺഷിപ്പിൽ നിന്ന് ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് റോത്തക്ക് 90 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ റോത്തക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നമ്മുടെ പോകുന്ന റിസോർട്ടും. അപ്പോൾ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴക്കോളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതേ ടോൾ പ്ലാസ ക്രോസ് ചെയ്യുകയാണ്. ഇതുവഴിയാണ് പാനിപ്പട്ട് സിറ്റിയൊക്കെ പോകുന്നത്. വലിയ ട്രാഫിക്കിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുന്ന വഴിക്കൊന്നും. റോഡെല്ലാം നല്ല സ്മൂത്തായിരുന്നു. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മഴക്കോള് കാണുന്നുണ്ട്. മഴ ചെറുതായിട്ടൊക്കെ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ട് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ് 10:30 ആ ഒരു ടൈമാണ്. ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പിന്നെ പെട്ടെന്ന് മൂടിക്കെട്ടി വന്നു, മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. നല്ല പേര് മഴയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ട്രാവൽ ആകെ കുളമാവും മഴയും കൂടെ ഒക്കെ ആയി കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി റിസോർട്ടിലെത്താൻ വേണം 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എത്താറായ ടൈമിലൊന്നും മഴയും ഒന്നും ഇല്ലായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അധികം വെയിലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ റോഡിൽ വലിയ ട്രാഫിക്കൊന്നും കാണുന്നില്ലായിരുന്നു. ആകെ ഒരു പ്രശ്നം, ഒത്തിരി ക്ലൗഡി ആയിരുന്നു അറ്റ്മോസ്ഫിയർ. ഇനി അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും മഴ പെയ്യുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ഓൾമോസ്റ്റ് റിസോർട്ട് എത്താറാകുമ്പോൾ ഉള്ള റോഡിൻ്റെ കണ്ടീഷനാണിത്. ഇവിടെയൊക്കെ മഴ പെയ്ത് തോർന്നെന്നാണ് തോന്നുന്നത്. ഫ്ലഡഡ് ആണ്. റോഡെല്ലാം നിറച്ച് വെള്ളം കെട്ടി കിടപ്പുണ്ട്. ഞങ്ങളിങ്ങനെ പതുക്കെ നീങ്ങി പോവുകയാണ്. ആ ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മൾ നല്ല വയലൊക്കെയാണ് കണ്ടത്. കുറേ ദൂരം റോഡിൻ്റെ ഒരു സൈഡിൽ ഫുൾ വയലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് തോന്നി ഇതൊരു വില്ലേജ് സൈഡിലായിരിക്കും. കാരണം കുറച്ച് റോഡ് ഉള്ളിലോട്ടൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഉള്ളിലേക്കായിരിക്കും ഈ ഒരു റിസോർട്ട് വന്നിട്ട്. പക്ഷേ അത് ഗൂഗിൾ മാപ്സിൽ എന്തോ ഷോർട്ട് കട്ട് കാണിച്ചതാണ്. പക്ഷെ ഞങ്ങൾ നേരെ ഈ റോഡ് ചെന്ന് കയറുന്നത് വീണ്ടും മെയിൻ റോഡിലേക്ക് തന്നെ ആയിരുന്നു. മെയിൻ റോഡിൻ്റെ ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് കാണാം തെമിസ് മഡ് ഹൗസിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് കുറച്ച് അതിൻ്റെ തിരക്കും ഉണ്ടായിരുന്നു പുറത്തൊക്കെ പാർക്കിംഗ് ചെയ്യുന്ന ഏരിയയിലെല്ലാം. റെസ്റ്റോറൻറ്റ്സിൽ ആൾക്കാർ വരുന്നവരുടെ ഉണ്ടായിരുന്നു. റിസോർട്ടിലും പൊതുവേ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞങ്ങളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഫുൾ ഒരു മഴയുടെ അന്തരീക്ഷം, കാറ്റുമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ലഗേജൊക്കെ അറിയാമല്ലോ, അവിടുത്തെ ആൾക്കാർ തന്നെ നമ്മുടെ റൂമിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ ഞാനിങ്ങനെ അകത്ത് ആ സൈഡിലെ കാഴ്ചയൊക്കെ കാണിക്കാമെന്ന് വെച്ച് വീഡിയോ എടുത്തത്. പക്ഷേ അതെല്ലാം ഈ മഴ കാരണം അവർ കവറിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു പിന്നെ വന്ന് എടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആദ്യം തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. ചെറിയൊരു സ്മോൾ എന്താ പറയുക, ഒരു ചെറിയ റൂമാണ് ആ റിസപ്ഷൻ്റെ അവിടെ. മതിലെല്ലാം തന്നെ മഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എന്നിട്ട് എന്താ ഒരു വിൻറ്റേജ് ടച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വിൻറ്റേജ് അല്ലെങ്കിൽ റിട്രോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരു വിൻറ്റേജ് ടച്ചായിട്ട് കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെയാണ് അവിടെ, ഷോ പീസസൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ക്ലോക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതയില്ല. അപ്പോൾ അതിൽ ഇന്ത്യൻ ടൈമിംഗ്, US ടൈമിങ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. മഡ് ഹൗസിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. കുറേ ലഗേജൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഫുള്ളൊരു ഗ്രീനാണ്, എന്തോ പടർത്തിയിട്ടിരിക്കുക.
നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് പോകുമ്പോൾ ഇതേപോലെ ബൊഗേൻ വില്ലകൾ ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുന്ന ഒരു വഴി കൂടെയാണ് പോകുന്നത്. അതിലൊക്കെ ലൈറ്റും ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗേറ്റാണ് നമ്മൾ കോട്ടേജസിൻ്റെയൊക്കെ അകത്തേക്ക് പോകുന്ന ഒരു മെയിൻ ഗേറ്റ്. അപ്പോൾ അവിടെയാണ് എന്താ പറയുക, ഈ സ്വിമ്മിംഗ് പൂളും എല്ലാ മഡ് ഹൗസസും സ്യൂട്ട് റൂംസും എല്ലാം. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തത് ഇവിടെ 2 o'clock അങ്ങനെ ഞങ്ങളതേ നടന്ന് നീങ്ങുവാണ് റൂമിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ റൂം നമ്പർ വന്നിട്ട് 501 ആണ്. അത് വന്നിട്ട് പൂളിൻ്റെയും സ്പാ ഏരിയയുടെയൊക്കെ അടുത്തായിരുന്നു. നിങ്ങൾക്ക് കാണാം എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റീം സ്പാ ഏരിയയൊക്കെ. പിന്നെ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചെറിയൊരു മിനി ബാർ ഏരിയ പോലെ ഉണ്ട്. അപ്പോൾ ഈ പൂളിൻ്റെ സൈഡിൽ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ റൂം വന്നിട്ട് ആ ഒരു കോർണറിലാണ്, ആ ഒരു എൻഡ് കോർണറിലാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു റൂമാണ് ഇവരുടെ സ്വീറ്റ് റൂം വന്നിട്ട്. ബാക്കിയെല്ലാം സാധാ കോട്ടേജസ് പോലെ തന്നെയാണ്, പൂൾ സൈഡിലാണെന്നേ ഉള്ളൂ. ഇനി ഒരുപാട് കോട്ടേജസ് ഉണ്ട് അങ്ങോട്ട്, അതൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം. പൂളിൻ്റെ സൈഡിലൊക്കെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം റൂമിൽ കയറി ഒന്ന് ഫ്രഷായിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ദേ കയറി ചെന്ന് ആദ്യം നോട്ട് ചെയ്യുന്നത് ഈ ഒരു കട്ടിലാണ്. ആ കട്ടിലിന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള റിസോർട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. എന്താ പറയുക, ഡെക്കറേഷൻ രീതിയും ഒരു വാം ലൈറ്റ് എഫക്റ്റും എല്ലാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഞങ്ങളെടുത്ത റൂമിൽ പ്രൊജക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഒരു തിയേറ്റർ മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റൂമായിരുന്നു. നല്ല സ്പീക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലിവിങ് ഏരിയ, ഒരു ചെറിയ ലിവിങ് ഏരിയ പോലെ ഉണ്ടായിരുന്നു. നല്ല ഫർണിച്ചറാണ്. പിന്നെ അല്ലാതെ ഒരു ദിവാൻ സെറ്റൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാനും ഒക്കെ വേണ്ടി. പിന്നെ ബെഡിൻ്റെ സൈഡിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു, അതിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ അതുപോലെ അതിൽ കൂടുതൽ ഒരു ആൻറ്റിക്കായിട്ടുള്ള പീസസാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, പഴയ അയണാണ്, കരിയൊക്കെ ഇട്ട് തേക്കുന്ന അയണാണ്. അതൊരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഫോണുണ്ടല്ലോ, റിസപ്ഷനിലും ഹൗസ് കീപ്പിങ്ങിലും ഒക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വെച്ചിരിക്കുന്നത് തന്നെ നമ്മൾ പണ്ടത്തെ കറക്കി വിളിക്കുന്ന ഫോണാണ്. പിന്നെ ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഡ്രസ്സിങ് ഏരിയ കണ്ടില്ലേ, അതും എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു വുഡൻ ഫിനിഷാണ്. പിന്നെ ഇതിൻ്റെ അകത്തും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്, ഇരുന്നൊക്കെ ഒരുങ്ങാം. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ഷോ പീസൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ റൂഫിംഗ് വന്നിട്ട് ബാംബൂ റൂഫിംഗ് ആണ്. പിന്നെ മറ്റേ പനയോലിയാണെന്ന് തോന്നുന്നു, അതുണ്ട്. പിന്നെ ലൈറ്റിംഗ് നിങ്ങൾ കണ്ടില്ലേ, വാം ലൈറ്റ് എഫക്റ്റാണ്. റാന്തലൊക്കെ തൂക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഈ ബൾബ് തന്നെയാണ് അകത്ത്. ലൈറ്റ് ഒരു വാം ലൈറ്റ് ആയതുകൊണ്ട് വീഡിയോയ്ക്ക് ലൈറ്റ് കുറവായിരുന്നു പൊതുവേ. പിന്നെ ഞാൻ ഫ്ലാഷൊക്കെ ഇട്ടിട്ടാണ് കുറേയൊക്കെ എടുത്തത്, ഫോണിൽ ഫ്ലാഷൊക്കെ ഇട്ടിട്ട്. ഞങ്ങൾ ഉച്ച സമയമാണ് വന്നത്, ലഞ്ച് കഴിച്ചില്ല. അപ്പോൾ രാവിലെ അവിടെ മെനു നോക്കി ലഞ്ച് ഓർഡർ ചെയ്യുന്ന തിരക്കിലാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. ലഞ്ച് റൂം സർവീസ് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ വന്നിട്ട് ഒരു മിനി ബാർ ഏരിയ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ഈ കട്ടിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരുവാണ്, കട്ടിലിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇത് വന്നിട്ട് ആ മിനി ബാർ ഏരിയയുടെ അവൻ്റെ അടുത്തൊക്കെ വെച്ചിരിക്കുന്ന ഒരു ആൻറ്റിക് ഫോണാണ്. പിന്നെ അതേ നമ്മൾ ഒരു ചെറിയ ഫ്രിഡ്ജ്, അതിൽ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതൊന്നും എടുത്തിട്ടില്ല, നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുത്തില്ല. ഇതിൻ്റെ ഡോറ് തന്നെ ലോക്ക് ചെയ്യുന്ന രീതി കണ്ടില്ലേ, ഓരോ രീതിയിലാണ് കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. സാധാരണ നമ്മളെല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷൂരിയസ് ടച്ചാണ്. ഇവിടെ വന്നിട്ട് ഒരു ആൻറ്റിക് ടച്ചൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്രിസ്റ്റൽസ് കണ്ടില്ലേ, ഇതിന് ഭയങ്കര തിളക്കമായിരുന്നു ആ ഒരു ലൈറ്റിൽ വന്നിട്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു ബാർ ഏരിയ, മിനി ബാർ ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് വൈൻ ഗ്ലാസ് ഉണ്ട്, വിസ്കി ഗ്ലാസ്, ബിയർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു ആംബിയൻസും സെറ്റപ്പൊക്കെയാണ് ഈ ഒരു റൂമിൽ. നല്ല സ്പേഷ്യസ് ആയിരുന്നു ഈ ഒരു റൂം വന്നിട്ട്. എന്നെ ഇവിടെ അട്രാക്ട് ചെയ്ത വേറൊരു കാര്യത്തിൻ്റെ ആ ഒരു വിളക്കാണ്. നമ്മുടെ അലാവുദ്ദീൻ അത്ഭുത ദ്വീപിലൊക്കെ കാണത്തില്ലേ, ആ ഒരു ഭൂതം വരുന്ന വിളക്ക്, ആ ഒരു വിളക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ കോളിംഗ് ബെല്ല് കണ്ടോ, ഇത് കണക്ക് മണി കെട്ടിയിട്ട് പുറത്തുനിന്നാണ് ഇങ്ങനെ അടിക്കുന്നത്, ആ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ലൈറ്റിൻ്റെ സ്വിച്ച് എല്ലാം പണ്ടത്തെ വീട്ടിലേക്ക് പോലെ, പണ്ട് ഞങ്ങളുടെ ഒരു വീട്ടിൽ ഇതുപോലത്തെ ലൈറ്റ് ഉണ്ടായിരുന്നു, പഴയ വീട്ടിൽ അതുപോലത്തെ ലൈറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് നമ്മൾ വന്ന് കയറുന്നിടത്ത് ഇങ്ങനെ ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് പോലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം പൈസ കൊടുക്കണം കേട്ടോ. ഗുഡ് നൈറ്റ് വെച്ചിട്ടുണ്ട്, വെള്ളവും എനിക്ക് തോന്നുന്നു ഫ്രീ ആണെന്ന് തോന്നുന്നു. പക്ഷേ സ്നാക്ക് ഐറ്റംസ് അതിനൊക്കെ നമുക്ക് പൊട്ടിക്കുന്നതനുസരിച്ചിട്ട് പൈസ കൊടുക്കണം. ചായ കോഫിയൊക്കെ കോംപ്ലിമെൻ്ററിയാണ്. പിന്നെ വെള്ളം ചൂടാക്കാനുള്ള കെറ്റിൽ അതൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൂംസിൻ്റെ എല്ലാം വോളും മഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ പെയ്ത് ചെറുതായിട്ട് ഈർപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മതിലിലൊക്കെ. സോ ഇനി നമുക്ക് ഈ ബാത്റൂം ഏരിയ കാണാം. ബാത്റൂം ഏരിയ വന്നിട്ട് നല്ല സ്പേഷ്യസ് ആണ്. ബെഡിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ ബാത്റൂം ഏരിയ വരുന്നത്. അപ്പോൾ ബാത്റൂം ഏരിയയിൽ എനിക്ക് മേജർ ഫോൾട്ടായിട്ട് തോന്നിയത് അവരുടെ വാഷ് ബേസിൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മുഖം കഴുകുന്ന വെള്ളമെല്ലാം ആ ഒരു സ്ലാബിൽ വീഴും. പിന്നെ എൻ്റെ അത്ര ഹൈറ്റുള്ളവർക്ക് ഈ കണ്ണാടി കാണാനേ പറ്റത്തില്ല.
കണ്ടില്ല, എത്തി ഉന്നി നിന്ന് കാണണം. പിന്നെ അതിൻ്റെ അകത്ത് തന്നെയാണ്, ബാത്റൂമിൻ്റെ അകത്താണ് ഈ ലഗേജസ് ഒക്കെ വെക്കാനുള്ളൊരു സ്പേസും സേഫും എല്ലാം ഉള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ്. പക്ഷേ അതൊരു ഡ്രൈ ഏരിയ പോലെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, വെള്ളമൊന്നും അങ്ങനെ അങ്ങോട്ട് വരത്തില്ല. ഈ ബാത്റൂമിലും സ്വിച്ചസ് ഒക്കെ കണ്ടില്ലേ, പഴയ രീതിയിലുള്ള സ്വിച്ചസ് ആണ്. ഫാൻ ഉണ്ടായിരുന്നു, 2 ഫാൻ ഉണ്ട്. പിന്നെ ഹീറ്റർ, വാം വാട്ടർ ആസ് യൂഷ്വൽ എല്ലാ റിസോർട്ടിലെയും പോലെ തന്നെ വാം വാട്ടർ ഉണ്ടായിരുന്നു. റൂഫിംഗ് ഒക്കെ റൂമിലെ പോലെ തന്നെയാണ്. ലൈറ്റ് എല്ലാം റാന്തലിനകത്ത് ബൾബിട്ടതായിരുന്നു. പിന്നെ ജക്കൂസി ഉണ്ടായിരുന്നു. പക്ഷേ ജക്കൂസി ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയില്ല, അത്ര ഒരു ഹൈജീനിക് ആയിട്ട് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഷവറൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു, വോളിലും എല്ലാം ഷവർ വാട്ടർ വരുന്ന രീതിയിലുള്ള ഇതുണ്ടായിരുന്നു. ഹാൻഡ് ഷവറൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു ഈ ഒരു ബാത്റൂം വന്നിട്ട്. സോ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കുഴഞ്ഞ് ഞാൻ വെൽക്കം ഡ്രിങ്ക് കുടിക്കുകയാണ്. ഇത് വന്നിട്ട് മാംഗോയും ജിഞ്ചറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പച്ച മാങ്ങ ഇട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ലഞ്ച് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ലഞ്ച് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. വിചാരിച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് അകത്ത്. അവിടെ തറയിലിരുന്ന് കഴിക്കുന്ന ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കസേരയിൽ തന്നെയായിരുന്നു ഇരുന്നത്. പിന്നെ റൂമിൽ വന്നിട്ടൊരു വാം ലൈറ്റ് എഫക്റ്റാണ്. റൂഫിംഗ് എല്ലാം ബാംബൂ റൂഫിങ്ങും, പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ സെയിം അതുപോലെ തന്നെയാണ്. ഒരു വാം ലൈറ്റും ബ്രൗൺ കളറിൻ്റെയും കോമ്പിനേഷൻ ആയിരുന്നു ഫുൾ എനിക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു മഞ്ഞ ലൈറ്റിൻ്റെയും പിന്നെ ബ്രൗൺ വുഡിൻ്റെ ആ ഒരു ബ്രൗൺ കളറും, ഇവൻ നമ്മുടെ ആ സെർവ് ചെയ്ത പ്ലേറ്റ്സും ബൗൾസും എല്ലാം ഒരു ബ്രൗൺ ടിൻ്റായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ വന്നിട്ട് ലച്ച പറാത്തയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചിക്കൻ കറിയും. ചിക്കൻ കറി ഏതായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ രാവിലെ അവിടെ ഒരു സൈഡിലിരുന്ന് ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഇനി ഞാൻ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കാണിച്ചു തരാം. ഇത് വന്നിട്ട് പൈനാപ്പിൾ റൈത്ത ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സ്വീറ്റ്നെസ് ഒക്കെ ഉള്ള ഒരു റൈത്ത ആയിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് രാജസ്ഥാനി മട്ടർ പുലാവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗ്രീൻ പീസ് അല്ലെങ്കിൽ മട്ടർ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. സോ ബിസി ഈറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് തമ്മിൽ തന്നെ സംസാരിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിൽ തിരക്കായിരുന്നു. രാവിലെ എൻ്റെ അപ്പുറത്തിരുന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ടേസ്റ്റി ഫുഡായിരുന്നു, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എനിക്ക് റൈസ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ എൻട്രൻസ് ഇല്ലേ അവിടെയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അവിടെ എല്ലാം കവറിട്ട് മൂടിയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവർ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇരിക്കാനുള്ള സ്ഥലവും പിന്നെ ഇത് കണക്ക് പഴയൊരു സ്കൂട്ടറും പിന്നെ നമ്മുടെ കരിമ്പും ജ്യൂസ് ഉണ്ടാക്കുന്ന സാധനമില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതാണ് കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന സാധനം. ഇത് വർക്കിംഗ് ആണ് കേട്ടോ സാധനം. ഇനി ഇവിടെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ലൈവ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ട് ഇവിടെ, കയറുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റ് വാതിലിൽ തന്നെ. ഇനി ഞങ്ങളിത് റിസോർട്ടിൻ്റെ അകമൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് നിന്നിട്ട് ഞങ്ങൾ ആദ്യമേ കയറി വന്ന ആ സ്ഥലമാണ്. പിന്നെ ഇത് പൂളിൻ്റെ ബാക്ക് സൈഡിലുള്ള മഡ് ഹൗസസ് ആണ്. ചെറിയ ചെറിയ മഡ് ഹൗസസിലേക്ക് പോകാനുള്ള വഴിയാണ്. നിങ്ങൾക്ക് കാണാം, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ചെറിയ ചെറിയ മഡ് ഹൗസസ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇവരുടെ മഡ് ബാത്ത് ഏരിയ ആണ് കേട്ടോ. പക്ഷേ കണ്ടിട്ട് എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. ചെളിയാണ്, പക്ഷെ നല്ല ടൈപ്പ് ഓഫ് ചെളിയാണ്. മഡ് ബാത്ത് ഏരിയയും സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് തന്നെയാണ്. പുറത്ത് ഷവറൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് കുളിച്ചിട്ട് പിന്നെ അകത്ത് കയറാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ പൂളിൻ്റെ ബാക്ക് സൈഡിൽ സെൻട്രലായിട്ട് വരും ഈ കോട്ടേജസ് കണ്ടില്ലേ, ആ മഡ് ഹൗസ്, ചെറിയ ചെറിയ മഡ് ഹൗസിൻ്റെയും പൂളിൻ്റെയൊക്കെ അടുത്ത് തന്നെയായിട്ട് ഒരു സെൻട്രൽ പോർഷനിലായിട്ട് വരും. ഇതുപോലെ ഒരു റിലാക്സിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. നിറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് ചെറിയൊരു ഹട്ട് പോലുണ്ട്, അതിലെല്ലാം ബൊഗെയിൻ വില്ല പടർത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു ചെടിയും ഇതേനൊക്കെ പടർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, ചെറിയ സിറ്റിംഗ് ഏരിയ ആണ്, ഡൈനിങ് ഏരിയ ആണ്. പിന്നെ പാർട്ടീസൊക്കെ നടത്താൻ പറ്റിയ സ്പേസ് ആണ്. ബർത്ത്ഡേ പാർട്ടീസൊക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ അകത്തൊരു വാം ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട് അവർക്ക്, ഒരു 2-3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ പൂളിൻ്റെ സൈഡിലൊക്കെ പിള്ളേരൊക്കെ വന്ന് തുടങ്ങി, ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ ഫാമിലി പൂളാണ്, എല്ലാവരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൂളിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനൊക്കെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. ഇവിടുത്തെ രാത്രിയിലെ വൈബ് വന്നിട്ട് അടിപൊളിയായിരുന്നു. ലൈവ് സിംഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പൂളിൽ ഇറങ്ങിയില്ല, ഒന്നാമത് ക്ലോറിനേറ്റഡ് വെള്ളമായിരുന്നു, റഷും ആയിരുന്നു. രാത്രിയിലത്തെ വൈബ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഞങ്ങൾക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡി ആയതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഏരിയ വന്നിട്ട് അത്ര ഒരു പ്രൈവസി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ അവർക്ക് വേണമെങ്കിൽ ആ ഒരു നേരത്തെ കാണിച്ചില്ല, ആ ഒരു പാർക്കിനകത്ത് ആ ഹട്ടിനകത്ത് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതൊന്ന് പൂൾ സൈഡ് ആയിരുന്നു, അത്ര ഒരു പ്രൈവസി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വന്നിട്ട് വെജ് സ്റ്റാർട്ടേഴ്സും നോൺ വെജ് സ്റ്റാർട്ടേഴ്സും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ 2 നോൺ വെജ് സ്റ്റാർട്ടേഴ്സും പിന്നെ വെജ് സ്റ്റാർട്ടേഴ്സ് വന്നിട്ട് സോയ ചാപ്പും പിന്നെ മഷ്റൂം ടിക്കയുമാണ്. തന്തൂരി മഷ്റൂം ടിക്ക അങ്ങനെ എന്തോ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എനിക്ക് വന്നിട്ട് സാധാരണ മഷ്റൂം ഇഷ്ടമാണ്. അതുകാരണമാണ് ഈ മഷ്റൂമിൻ്റെ ഒരു ഡിഷ് ഓർഡർ ചെയ്തത്. പക്ഷേ അത് കൊള്ളില്ലായിരുന്നു. ബാക്കി ചിക്കൻ ഐറ്റംസും സോയ ചാപ്പൊക്കെ നല്ല ഡെലീഷ്യസ് ആയിരുന്നു. സോ ഞങ്ങളങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ കുടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ടേഴ്സ് കഴിക്കുകയാണ്. ഇനി മെയിൻ കോഴ്സ് ഉണ്ട്, അത് കാണിച്ചു തരാം. പക്ഷേ സ്റ്റാർട്ടേഴ്സ് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയർ ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് മെയിൻ കോഴ്സാണ്. ഞാൻ വന്നിട്ട് ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ ഒരു റൈറ്റയും സാലഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നിട്ട് പനീർ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എഗ്സ് എനിക്കിഷ്ടമായിരുന്നു, അതുകൊണ്ട് എഗ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോയി. പിന്നെ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. മോർണിംഗ് ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ടൈം വന്നിട്ട് 11 മണിയാണ്. അപ്പോൾ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവുകയാണ്. ഒരു 9-9:30 അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കോംപ്ലിമെൻ്ററി ആയിരുന്നു ഞങ്ങളുടെ പാക്കേജിൻ്റെ കൂടെ. പിന്നെ അതുപോലെ തന്നെ ബൊഫേ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, റിയലി എൻജോയ്ഡ്. അപ്പോൾ ഞാൻ ഒരു വെജ് സാൻഡ്വിച്ച് എടുക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് വാട്ടർ മെലോണും മക്സ് മെലോണും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോഹ ഉണ്ടായിരുന്നു, അത് മട്ടറിട്ട പോഹയാണ്. എനിക്ക് മട്ടർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇഷ്ടമാണെന്ന്. അപ്പോൾ മട്ടറിട്ട പോഹ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറാത്ത ഉണ്ടായിരുന്നു, ഭൂരി ഉണ്ടായിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് ഇതിനകത്ത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ അവർ ലൈവായിട്ട് കൊണ്ടുതരുകയും ചെയ്യും. പിന്നെ വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടായിരുന്നു. ഉപ്പുമാവൊന്നും ഞാൻ അടുത്തിലാക്കാൻ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ. പിന്നെ ഓട്സ് ഉണ്ടായിരുന്നു, എനിക്ക് ഓട്സ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓട്സ് എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ദോശ ഉണ്ടായിരുന്നു, നെയ് റോസ്റ്റ്, സാമ്പാർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ലൈവായിട്ടും അവർ ചെയ്തു തരുന്നുണ്ടായിരുന്നു. മുട്ട ഉണ്ട്. പിന്നെ അതുപോലെ തൈരുണ്ട്. ഇവർ പറാത്തയുടെ ഒക്കെ കൂടെ തൈര് കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ കോൺഫ്ലെക്സ് ചോക്കോസൊക്കെ ഇവിടെ ഒരു ടവർ പോലുള്ളതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കോൾഡ് കോഫി ഉണ്ട്, ഫ്രഷ് ജ്യൂസ് ഉണ്ട്. ഫ്രഷ് ജ്യൂസ് വന്നിട്ട് വാട്ടർമെലൺ ആണ്. അപ്പോൾ ഞാൻ വാട്ടർമെലൺ ജ്യൂസാണ് എടുത്തത്. അത് നല്ല റിഫ്രഷിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതാണ് കഴിച്ചത്. രാവിലെ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിത് കംഫർട്ടബിളായിട്ടൊരു സീറ്റിൽ പോയി ഇരിക്കുകയാണ്. എനിക്ക് ക്യാമറയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. ഞാൻ വെജ് സാൻഡ്വിച്ചൊക്കെ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ കഴിക്കാൻ തുടങ്ങുകയാണ്. രാഹുലിൻ്റെ പ്ലേറ്റ് നിങ്ങൾക്ക് കാണാം 2 മുട്ടയൊക്കെ ഇരിക്കുന്നത്. പക്ഷേ പേടിക്കേണ്ട, അത് ഒരു മുട്ട എനിക്കുള്ളതാണ്. പിന്നെ രാവിലെ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മസാല ദോശയാണെന്നാണ് തോന്നുന്നത്. മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കായിരുന്നു എന്നുള്ളത്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ, കട്ട് ഫ്രൂട്ട്സൊക്കെ നല്ലതായിരുന്നു. പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാമത് പോയി പൈനാപ്പിളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസും ഞാൻ രണ്ടാമത് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിച്ച് കഴിയാറായി. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ ഒരു ദിവസം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് ഇത് ചെറിയൊരു പ്രോപ്പർട്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു റിസോർട്ടായിട്ടാണ്. എല്ലാ സ്ഥലവും അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ അത്ര വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരുന്നു എന്ന് അറിയില്ല, കുറച്ചൊരു മെയിൻ്റനൻസിൻ്റെ കുറവുള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗെയിമിംഗ്
സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ബില്യാർഡ്സ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലേസസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ പൂൾ ഏരിയ, പൂളിൽ ഞങ്ങൾ ഇറങ്ങിയില്ല ബിക്കോസ് നല്ല റഷ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ക്ലോറിനേറ്റഡ് വാട്ടർ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റെക്കേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു റിസോർട്ടിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ ഓക്കെ ആണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഒരു 5-ൽ 3.5 ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ടോയ്ലറ്റിലാണെങ്കിൽ തന്നെ ടവൽസ് ഒന്നും ഇല്ലായിരുന്നു, അത് നമ്മൾ വിളിച്ച് പറഞ്ഞ് കൊണ്ടുവന്നു. പല്ല് തേക്കുന്ന പേസ്റ്റ് ഇല്ലായിരുന്നു, ബ്രഷ് ഉണ്ടായിരുന്നു പക്ഷേ പേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഒരു സാധാ റിസോർട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. വന്നിട്ടൊരു വാം ലൈറ്റ് എഫക്റ്റ് ഒക്കെയാണ്. ഞങ്ങൾ വന്നിട്ട് സ്വീറ്റ് റൂം ആയിരുന്നു ബുക്ക് ചെയ്തത്, അപ്പോൾ അത് കുറച്ചും കൂടി ഡെക്കറേറ്റഡ് ഒക്കെ ആയിരുന്നു. പിന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലെ ഈ ഒരു റിസോർട്ടൊക്കെ കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരയ്ക്കും ബൈ ഫ്രം ശ്രുതി.